സാമ്പിളിനെയും സാമ്പിൾ സൈസിനെ പറ്റിയും ഫാക്ടേഴ്സ് കൺസിഡേർഡ് വൈൽ ഡിസൈഡിങ് ദ സൈസ് ഓഫ് ദ സാമ്പിൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എ സാമ്പിൾ ഈസ് എ സ്മോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ലാർജ് യൂണിറ്റ് ഓർ വാല്യൂ. അതായത് ഒരു ലാർജ് യൂണിറ്റിൻ്റെ അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ വാല്യൂവിൻ്റെ എല്ലാം സ്മോളർ റെപ്രസെൻറ്റേഷനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. സോ എ സാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ വിച്ച് വി സെലക്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പോപ്പുലേഷൻ്റെ ഒരു പാർട്ടാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു സാമ്പിളിൽ അതിൻ്റെ സൈസ് തീരുമാനിക്കുക, അതായത് സാമ്പിൾ സൈസ് തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സാമ്പിൾ ഒരുപാട് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ കോസ്റ്റും ടൈമും കൂട്ടുവാനായിട്ട് കാരണമാകും. അതുപോലെ ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, സാമ്പിൾ സൈസ് ഒരുപാട് കുറഞ്ഞു പോയാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാതെ വരാനും അത് കാരണമാകും. അതുകൊണ്ട് തന്നെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഒപ്റ്റിമം ആയിരിക്കണം. എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ളതും വിശ്വസിക്കാൻ പറ്റുന്നതും ഫ്ലെക്സിബിൾ ആയതുമായ ഒരു സാമ്പിൾ സൈസ് ഉള്ള സാമ്പിളിനെയാണ് ഒപ്റ്റിമം സാമ്പിൾ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എഫിഷ്യൻറ്റും വിശ്വസിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയതുമായിട്ടുള്ള സാമ്പിൾ സൈസിനെ ആയിരിക്കണം നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിമം സാമ്പിൾ എന്ന് പറയുന്നത്. അതെപ്പോഴും ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. Then factors considered while deciding the size of the sample. Size of the sample നമ്മൾ പറഞ്ഞു, സാമ്പിൾ സൈസ് ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സാമ്പിളുടെ സൈസ് ഡിസൈഡ് ചെയ്യുമ്പം എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നാച്ചർ ഓഫ് ദ പോപ്പുലേഷൻ. നമ്മൾ എടുക്കുന്ന സാമ്പിളിൻ്റെ സൈസ് ഹോമോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ, ഏകദേശം ഒരേ സ്വഭാവമുള്ള പോപ്പുലേഷനെ ആണെങ്കിൽ കുറഞ്ഞ സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബെറ്റർ റിസൾട്ട് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ പോപ്പുലേഷൻ ഹെറ്ററോജീനിയസ് ആണെങ്കിൽ, അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വരികയാണെങ്കിൽ സാമ്പിൾസിൻ്റെ എണ്ണവും അതുപോലെ തന്നെ കൂട്ടേണ്ടതായിട്ട് വരും. ഹോമോജിനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണെങ്കിലാണ് ഏറ്റവും നന്നായിട്ട് റിസൾട്ട് കിട്ടാനും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് സാമ്പിൾസിൻ്റെ സൈസ് ഡിസൈഡ് ചെയ്യാനും എല്ലാം കഴിയുകയുള്ളൂ. ദെൻ കോംപ്ലക്സിറ്റി ഓഫ് ടാബുലേഷൻ. നമ്മുടെ ഫൈൻഡിങ്സിനെ ഏത് തരത്തിൽ ഗ്രൂപ്പ് ചെയ്യണമെന്നും ക്ലാസിഫൈ ചെയ്യണമെന്നും ടാബുലേറ്റ് ചെയ്യണമെന്നുള്ളതുമൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് സാമ്പിൾ സൈസാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗ്രൂപ്പ്സ് ഒരുപാടുണ്ടാവുമെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലാർജ് സൈസ് ഓഫ് സാമ്പിൾ ആവശ്യമായിട്ട് വരും. ദെൻ പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് കളക്ഷൻ ഓഫ് ഡാറ്റ. ടൈം ആൻഡ് മണി ഷുഡ് ബി അവൈലബിൾ ഫോർ കളക്ടിങ് ദ ഡാറ്റ. കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ വോളിയം ക്വസ്റ്റ്യനെയേഴ്സിൻ്റെ എണ്ണത്തെയും ഫീൽഡ് വർക്കേഴ്സിൻ്റെ എണ്ണത്തെയും റെസ്പോൺസ് റേറ്റിനെയും സാമ്പിളിംഗ് മെത്തേഡിനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ദെൻ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ്. ഏത് തരത്തിലുള്ള സാമ്പിളിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ബേസിക് ഇൻഫോർമേഷൻ. ദ ലാസ്റ്റ് പോയിൻറ്റ്, ബേസിക് ഇൻഫോർമേഷൻ. സൈസ് ഓഫ് ദ സാമ്പിൾ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ പോപ്പുലേഷനെ പറ്റി ഒരു ബേസിക് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം. അത് പൈലറ്റ് സ്റ്റഡി, പാസ്റ്റ് സർവേസ്, എക്സ്പേർട്സിൻ്റെ എക്സ്പീരിയൻസ് തുടങ്ങിയവയിലൂടെയെല്ലാം നമുക്ക് ലഭ്യമാകും. അതിലൂടെ നമുക്ക് പോപ്പുലേഷൻ്റെ ക്യാരക്ടർ എന്താണെന്നും പോപ്പുലേഷൻ ഏത് തരത്തിലുള്ളതാണെന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മുൻപുള്ള സർവേസ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നതിലൂടെ, ഒന്നുകൂടെ സ്റ്റഡി ചെയ്യുന്നതിലൂടെ, റിവൈസ് ചെയ്യുന്നതിലൂടെയൊക്കെ ഇത് ഒരുപാട് ഇൻഫോർമേഷൻസ്, അത് പോപ്പുലേഷനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. സാമ്പിളിനെയും സാമ്പിൾ സൈസിനെ പറ്റിയും സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഫാക്ടേഴ്സിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ലാർജ് യൂണിറ്റിൻ്റെ പോപ്പുലേഷൻ്റെ വാല്യൂവിൻ്റെ എല്ലാം ഒരു സ്മോളർ റെപ്രസെൻറ്റേഷനാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഒരു സാമ്പിളിൻ്റെ സൈസ് ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. സൈസ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് കോസ്റ്റും ടൈമും കൂടാൻ വേണ്ടിയിട്ടും, അതുപോലെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാതെ വരാനുള്ള കാരണമായിട്ടും വന്നു ഭവിക്കും. അതുകൊണ്ട് തന്നെ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഒപ്റ്റിമം ആയിരിക്കണം. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ഒരു പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ളതും അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നതും ഫ്ലെക്സിബിളുമായതുമായ ഒരു സാമ്പിൾ സൈസ് ആയിരിക്കും എന്തെന്ന് പറയുക, ഒപ്റ്റിമം സാമ്പിൾ എന്ന് പറയുക. ഒരു സാമ്പിൾ സൈസ് സെലക്ട് ചെയ്യുമ്പോൾ
അതിന് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേച്ചർ ഓഫ് ദ പോപ്പുലേഷൻ, കോംപ്ലക്സിറ്റി ഓഫ് ടാബുലേഷൻ, പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് കളക്ഷൻ ഓഫ് ഡാറ്റ, ടൈപ്പ് ഓഫ് സാമ്പിളിംഗ്, ബേസിക് ഇൻഫോർമേഷൻ തുടങ്ങിയവയെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ എക്സാമിന് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. എല്ലാവരും വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.